ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ സ്കിന്നിനെ ഇത്തിരി ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. പിന്നെ സെക്കൻഡായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ പൊടിയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ഫേസ് പാക്കിൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും നമുക്കറിയാം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമുക്ക് വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ചെറുപയർ പൊടി നമുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ പൊടിച്ചിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തേനാണ്, പിന്നെ റോ മിൽക്കുമാണ് എടുത്തിരിക്കുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഓരോന്ന്. അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുത്ത് അത് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ എന്തായാലും റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫേസ് പാക്ക്, അത് ഏതൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് നമുക്കറിയില്ല അലർജീസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഡയറക്റ്റ് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാന്ന് കണ്ടിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നല്ല റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ കടലമാവ് എടുത്തു, അതിലേക്ക് നമ്മൾ ചെറുപയർ പൊടി ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് തേൻ ഒഴിക്കുകയാണ്. നാച്ചുറൽ തേൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന മിൽക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണ്. ഇനി നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫേസിലും നമ്മുടെ നെക്കിലും ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്ന് ഇത്തിരി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത്തിരി വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വീക്കിൽ 2 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അലർജി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസൊക്കെ വരാനായിട്ട് ഇടയാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് കേർഡ് അല്ലെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫേസ് പാക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ബൈ.